രാത്രി. മക്കയുടെ മരുഭൂമി ഉറങ്ങിക്കിടക്കുന്നു. നക്ഷത്രങ്ങൾ ആകാശത്ത് തീപ്പൊരി പോലെ തിളങ്ങുന്നു. പക്ഷേ ഒരു മനുഷ്യൻ്റെ ഹൃദയം ഉറങ്ങുന്നില്ല. ആരാണദ്ദേഹം? അള്ളാഹുവിൻ്റെ ഖലീൽ ഇബ്രാഹിം നബി അലൈഹി വസല്ലം. കണ്ണുകളിൽ ആശങ്ക, നെഞ്ചിൽ ഒരു ചുഴലിക്കാറ്റ്. കാരണം ഇബ്രാഹിം നബി ഒരു സ്വപ്നം കണ്ടു. ഒരു സാധാരണ സ്വപ്നമല്ല, വഹ്യിന്റെ ഭാരം നിറഞ്ഞ സ്വപ്നം. താങ്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട മകനെ ബലിയർപ്പിക്കൂ. ആ വാക്കുകൾ മരുഭൂമിയുടെ നിശബ്ദത കുത്തിത്തുറന്നു. ഒരു പിതാവിൻ്റെ ഹൃദയം വിറച്ചു. ഒരു പ്രവാചകന്റെ ഈമാൻ ഉറച്ചു. ആ രാത്രി ചരിത്രം മാറാൻ പോകുകയായിരുന്നു. പ്രഭാതം. സൂര്യൻ മരുഭൂമിയെ ചുട്ടരിക്കുന്നു. പക്ഷേ അതിലും കനത്ത ചൂട് ആ പിതാവിൻ്റെ നെഞ്ചിലായിരുന്നു. ഇബ്രാഹിം നബി തൻ്റെ മകനെ നോക്കി. ആ പിഞ്ചോമന മുഖത്ത് നോക്കി എങ്ങനെ പറയും, മകനെ, ഞാൻ നിന്നെ അറുക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന്? പക്ഷേ പ്രവാചകർ സത്യം മറച്ചുവെക്കില്ല. അവർ പറഞ്ഞു, മകനെ, ഞാൻ സ്വപ്നത്തിൽ നിന്നെ ബലിയർപ്പിക്കുന്നതായി കണ്ടു. ഒരു നിമിഷം മരുഭൂമി പോലും നിശ്ചലമായി. പിന്നീട് ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ മറുപടി വന്നു. പിതാവേ, അള്ളാഹു കൽപ്പിച്ചതുപോലെ ചെയ്യുക. ഇൻഷാ അല്ലാഹ്, നിങ്ങൾ എന്നെ ക്ഷമാശീലികളിൽ കണ്ടെത്തും. ആ വാക്കുകൾ ആകാശം വരെ ഉയർന്നു. മരുഭൂമി ചൂടുകൊണ്ട് കത്തിക്കൊണ്ടിരുന്നു. ആകാശം തീ പോലെ ജ്വലിച്ചു. പക്ഷേ അതിലും കനത്തൊരു തീ ഒരു പിതാവിൻ്റെ ഹൃദയത്തിനുള്ളിൽ കത്തുകയായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി വസല്ലം തൻ്റെ മകനെ കൂട്ടി മുന്നോട്ട് നടന്നു. ഓരോ ചുവടും ഒരു പരീക്ഷ, ഓരോ ശ്വാസവും ഒരു വേദന. അവരുടെ കാൽപ്പാടുകൾ മണലിൽ പതിഞ്ഞു. പക്ഷേ ചരിത്രത്തിൽ പതിയാൻ പോകുന്നത് അവരുടെ ഈമാനായിരുന്നു. അപ്പോൾ കാറ്റ് പെട്ടെന്ന് മാറി. മണൽപ്പൊടി ഉയർന്നു. ഒരു വിചിത്രമായ നിശബ്ദത. പക്ഷികൾ പോലും പറക്കുന്നത് നിർത്തി. കാരണം ഒരു ശത്രു അടുത്തെത്തിയിരുന്നു. മനുഷ്യനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ പഴയ ശത്രു, ഇബ്ലീസ്. അവൻ നേരിട്ട് വന്നില്ല. അവൻ എല്ലായ്പ്പോഴും പോലെ സംശയത്തിന്റെ ശബ്ദമായി വന്നു. ഇബ്രാഹിം, താങ്കൾ എന്താണ് ചെയ്യുന്നത്? ഒരു സ്വപ്നത്തിനു വേണ്ടി സ്വന്തം മകനെ കൊല്ലാനോ? ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ആ വാക്കുകൾ വിഷം പോലെ ഹൃദയത്തിലേക്ക് കയറാൻ ശ്രമിച്ചു. കാരണം ശൈത്താൻ അറിയുന്നു, വാളുകൊണ്ട് ഈമാൻ തകർക്കാൻ കഴിയില്ല, പക്ഷേ സംശയം കൊണ്ടാവാം. അവൻ വീണ്ടും പറഞ്ഞു, താങ്കൾക്ക് വയസ്സായപ്പോൾ കിട്ടിയ മകനല്ലേ ഇത്? താങ്കളുടെ കണ്ണിൻ്റെ പ്രകാശം. മകനെ നഷ്ടപ്പെട്ടാൽ താങ്കൾ എന്തായി മാറും? ഒരു നിമിഷം മനുഷ്യഹൃദയം ദുർബലമാകുമായിരുന്നു. പക്ഷേ ഇബ്രാഹിം നബി ഒരു സാധാരണ മനുഷ്യനല്ലായിരുന്നു. അദ്ദേഹം ഖലീലുല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രിയദാസൻ. അദ്ദേഹം തല താഴ്ത്തിയില്ല. കല്ലെടുത്തു, ശക്തിയായി എറിഞ്ഞു. ആ കല്ല് ശൈത്താന്റെ ശരീരത്തെയല്ല, അവൻ്റെ വഞ്ചനയെ അടിച്ചു തകർത്തു. ശൈത്താൻ പിന്മാറി. പക്ഷേ അവൻ തോറ്റില്ല. അവൻ മറ്റൊരു വഴി തിരഞ്ഞെടുത്തു. ഇപ്പോൾ അവൻ മകൻ്റെ അടുത്തേക്ക് വന്നു. ഇസ്മായിൽ, നിന്റെ പിതാവ് നിന്നെ കൊല്ലാൻ പോകുന്നു. ഓടി രക്ഷപ്പെടൂ, ജീവിക്കൂ. മരുഭൂമിയുടെ കാറ്റിൽ ആ വാക്കുകൾ മുഴങ്ങി. പക്ഷേ ഇസ്മായിൽ നബിയുടെ ഹൃദയം ഭയത്തിൽ വിറച്ചില്ല. കാരണം ഈമാൻ ഭയത്തെക്കാൾ വലുതായിരുന്നു. ഇസ്മായിൽ നബിയും കല്ലെടുത്തു. ശൈത്താനെതിരെ എറിഞ്ഞു. വീണ്ടും വീണ്ടും വീണ്ടും. ചരിത്രം പറയുന്നു, 3 സ്ഥലങ്ങളിൽ ശൈത്താൻ തടയാൻ ശ്രമിച്ചു. 3 തവണ അവൻ പരാജയപ്പെട്ടു. ഇന്നും ഹജ്ജ് സമയത്ത് വിശ്വാസികൾ ജംറാത്തിൽ കല്ലെറിയുന്നു. പലർക്കും അതൊരു ആചാരമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു പ്രഖ്യാപനമാണ്. ശൈത്താനെ, നിന്റെ ചതികൾക്കെതിരെ ഞങ്ങൾ ഇന്നും പോരാടുന്നു. കാരണം ഇബ്ലീസ് ഇന്നും ജീവനോടെയുണ്ട്. അവൻ ഇന്നും ചുണ്ടിൽ ചിരിയോടെ മനുഷ്യരോട് ചൊല്ലുന്നു, നിസ്കാരം പിന്നീട് മതി, പാപം ചെറിയതാണ്, അള്ളാഹു ക്ഷമിക്കുമല്ലോ, ഹറാം വിട്ടാൽ ജീവിതം നഷ്ടമാകും. അവൻ മാറിയിട്ടില്ല. മാറിയത് നമ്മുടെ കാലം മാത്രം. ആ മരുഭൂമിയിലെ യുദ്ധം ഇന്നും തുടരുന്നു, ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിനുള്ളിൽ. മരുഭൂമി. ആ ദിവസം അസാധാരണമായി നിശബ്ദമായിരുന്നു. കാറ്റുപോലും പതുക്കി വീശി. മലകൾ പോലും കാത്തുനിന്നു. കാരണം ഭൂമിയിലെ ഏറ്റവും വലിയ പരീക്ഷയുടെ അവസാന നിമിഷം അടുത്തിരുന്നു. ഇബ്രാഹിം നബി തൻ്റെ മകനെ കൂട്ടി മുന്നോട്ടു നടന്നു. ഇസ്മായിൽ നബി അവരുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നു. പക്ഷേ ഹൃദയത്തിൽ സംശയമുണ്ടായിരുന്നില്ല. ഒരു പിതാവ് അള്ളാഹുവിനു വേണ്ടി സ്വന്തം ഹൃദയം തന്നെ സമർപ്പിക്കാൻ പോകുന്നു. ഒരു മകൻ അള്ളാഹുവിനു വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ചരിത്രം ഇതുവരെ ഇത്തരമൊരു ദൃശ്യം കണ്ടിട്ടില്ല. ഇസ്മായിൽ നബി പതുക്കെ പറഞ്ഞു, വാപ്പ, എൻ്റെ കൈകാലുകൾ കെട്ടു. അവസാന നിമിഷത്തിൽ ഞാൻ അനങ്ങിപ്പോയാൽ വാപ്പയുടെ ഹൃദയം ദുർബലമാകരുത്.
ആ വാക്കുകൾ ഇബ്രാഹിം നബിയുടെ നെഞ്ചു തകർത്തു. പിന്നീട് ഇസ്മായിൽ നബി വീണ്ടും പറഞ്ഞു, വാപ്പ എൻ്റെ മുഖത്തേക്ക് നോക്കരുത്. പിതൃസ്നേഹം വാപ്പയെ തടയരുത്. കത്തി വേഗത്തിൽ ചലിപ്പിക്കൂ. മരുഭൂമിയുടെ കാറ്റ് പോലും കരയുന്ന പോലെ തോന്നി. ഇബ്രാഹിം നബി മകനെ നിലത്ത് കിടത്തി, മുഖം താഴേക്ക്. കാരണം അദ്ദേഹത്തിന് മകന്റെ കണ്ണുകൾ കാണാൻ കഴിയില്ലായിരുന്നു. കത്തി കയ്യിൽ വിറച്ചു. ഒരു നിമിഷം ആകാശം മുഴുവൻ നിശബ്ദമായി. മലാകമാർ നോക്കി നിന്നു. ഭൂമി ശ്വാസം പിടിച്ചു. പിന്നീട് കത്തി കഴുത്തിലേക്ക് ഇറങ്ങി. പക്ഷേ അത് മുറിച്ചില്ല. വീണ്ടും ശ്രമിച്ചു, വീണ്ടും. പക്ഷേ കത്തി പ്രവർത്തിച്ചില്ല. കാരണം അല്ലാഹു ഇതിനകം വിധിച്ചിരുന്നു, ഇത് രക്തത്തിനായിരുന്നില്ല, ഇത് ഈമാനിനായിരുന്നുവെന്ന്. അപ്പോൾ ആകാശങ്ങളിൽ നിന്ന് ഒരു ശബ്ദം മുഴങ്ങി, യാ ഇബ്രാഹിം, താങ്കൾ സ്വപ്നം സത്യപ്പെടുത്തിയിരിക്കുന്നു. ആ നിമിഷം മരുഭൂമി മുഴുവൻ പ്രകാശത്തിൽ മൂടപ്പെട്ടു. മലകൾക്കിടയിൽ നിന്ന് ഒരു വലിയ ആട്ടുകൊറ്റൻ പ്രത്യക്ഷപ്പെട്ടു. സാധാരണ ഒരു ആടല്ല, സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട ബലി. ഇസ്ലാമിക ചരിത്രകാരന്മാരും തഫ്സീർ പണ്ഡിതരും പറയുന്നു, ആ ആട്ടുകൊറ്റന് ഒരു ദിവ്യചരിത്രമുണ്ടായിരുന്നു. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇതു മുമ്പ് ആദം നബി അലൈവസല്ലമയുടെ മകൻ ഹാബീൽ നൽകിയ ബലി സ്വീകരിക്കപ്പെട്ട സമയത്തുണ്ടായിരുന്ന അതേ വർഗത്തിലെ ബലിയായിരുന്നു. ഭൂമിയിലെ ആദ്യ ബലിയുടെ ഓർമ്മ. ഇപ്പോൾ ഇബ്രാഹിം നബിയുടെ പരീക്ഷ പൂർത്തിയാക്കാൻ വന്നിരിക്കുന്നു. ആ ആട്ടുകൊറ്റന്റെ കൊമ്പുകൾ വലുതായിരുന്നു, ശരീരം ശക്തമായിരുന്നു, കണ്ണുകളിൽ ഒരു അസാധാരണ സമാധാനം. അത് ഭയന്ന് ഓടിയില്ല, കാരണം അത് ഒരു ദിവ്യകരുണയുടെ അടയാളമായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം അതിനെ കൊണ്ടുവന്നുവെന്ന് നിരവധി ഇസ്ലാമിക വിവരണങ്ങൾ പറയുന്നു. ഇബ്രാഹിം നബി ആകാശത്തേക്ക് നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കണ്ണുനീർ. പക്ഷേ ഇപ്പോൾ അത് ദുഃഖത്തിന്റെ കണ്ണുനീരല്ല, അള്ളാഹുവിന്റെ കരുണ കണ്ട മനുഷ്യന്റെ കണ്ണുനീർ. പിന്നീട് ആ ആട്ടുകൊറ്റൻ ബലിയർപ്പിക്കപ്പെട്ടു. രക്തം മണലിലേക്ക് വീണു. പക്ഷേ ആ ദിവസം മനുഷ്യർ മനസ്സിലാക്കി, അള്ളാഹു മനുഷ്യരക്തം ആഗ്രഹിക്കുന്നില്ല. അവൻ ആഗ്രഹിക്കുന്നത് സമർപ്പണം, വിശ്വാസം, തഖ്വ. ആ നിമിഷം മുതൽ ബലിപ്പെരുന്നാൾ ഒരു ഉത്സവമല്ലാതെയായി. അത് ഇബ്രാഹിം നബിയുടെ ഈമാനിന്റെ ശാശ്വത സ്മാരകമായി മാറി. ഇന്നും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് മുസ്ലിംകൾ ബലിയറുക്കുമ്പോൾ ആ മരുഭൂമിയിലെ ശബ്ദം വീണ്ടും മുഴങ്ങുന്നു, നീ സ്വപ്നം സത്യപ്പെടുത്തിയിരിക്കുന്നു. കാലം മാറി. മരുഭൂമിയിലെ ഗോത്രങ്ങൾ സാമ്രാജ്യങ്ങളായി മാറി. ഒട്ടകപ്പാതകൾ ഹൈവേകളായി മാറി. പക്ഷേ ഓരോ ദുൽഹജ്ജും വരുമ്പോൾ ഒരു ചോദ്യം വീണ്ടും ഉയരുന്നു. ഉദ്ധിയത്ത് ആർക്കാണ് നിർബന്ധം? ആർക്കാണത് ചെയ്യേണ്ടത്? അത് വെറും ആചാരമാണോ, അല്ലെങ്കിൽ ഒരു അഖീദയുടെ പ്രഖ്യാപനമോ? ആദ്യമായി ഖുർആൻ പ്രഖ്യാപിക്കുന്നു, നിന്റെ രക്ഷിതാവിനു വേണ്ടി നീ നിസ്കരിക്കുകയും ബലി നടത്തുകയും ചെയ്യുക. സൂറത്തുൽ കൗസർ 108:2. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു മഹത്തായ സന്ദേശമുണ്ട്. നിസ്കാരവും ബലിയും രണ്ടും അള്ളാഹുവിനു വേണ്ടി മാത്രം. ഇതാണ് തൗഹീദിന്റെ ആത്മാവ്. കാരണം ജാഹിലിയത്തിന്റെ കാലത്ത് ആളുകൾ ബലി നടത്തിയത് വിഗ്രഹങ്ങൾക്കു വേണ്ടിയായിരുന്നു. രക്തം ഒഴുകിയത് അള്ളാഹുവിനു വേണ്ടിയല്ല, അഭിമാനത്തിനും ഗോത്രത്തിനും ദേവന്മാർക്കുമായി. പക്ഷേ ഇസ്ലാം വന്നു, അത് പ്രഖ്യാപിച്ചു, ബലി അള്ളാഹുവിനു വേണ്ടി മാത്രം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ 2 വെളുത്ത കൊമ്പൻ ആടുകളെ ഉദ്ധിയത്ത് ചെയ്തു. ഹദീസുകൾ വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൊണ്ട് അവയെ അറുത്തു. അറുക്കുമ്പോൾ പറഞ്ഞു, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. പിന്നീട് ഒരു ആട്ടിനെ തൻ്റെ ഉമ്മത്തിനു വേണ്ടിയും സമർപ്പിച്ചു. അതെ, സ്വന്തം സമൂഹത്തെ മറക്കാത്ത പ്രവാചകൻ. അവസാന നിമിഷം വരെ തൻ്റെ ഉമ്മത്തിനെ ഓർത്ത പ്രവാചകൻ. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി, ശേഷിയുണ്ടായിട്ടും അധിയ നടത്താത്തവൻ നമ്മുടെ ഈദ്ഗാഹിനടുത്ത് വരരുത്. ആ വാക്കുകൾ പണ്ഡിതന്മാരെ ചിന്തിപ്പിച്ചു. ഇത് വെറും സുന്നത്താണോ, അല്ലെങ്കിൽ വാജിബിനോട് അടുത്തൊരു ബാധ്യതയോ? ഹനഫി മദ്ഹബ് പണ്ഡിതർ പറഞ്ഞു, നിസാബ് അളവിൽ സമ്പത്തുള്ളവർക്ക് ഉദ്ഹിയത്ത് വാജിബാണ്. അത് സക്കാത്തിന്റെ നിസാബിനോട് സമാനമായി കണക്കാക്കി. അവശ്യ ചെലവുകൾ കഴിഞ്ഞും സമ്പത്ത് ബാക്കിയുണ്ടെങ്കിൽ അവൻ ഉദ്ഹിയത്ത് നടത്തണം. കാരണം ഇത് ഇബ്രാഹിം നബിയുടെ പാതയാണ്. പക്ഷേ ഷാഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഹംബലി മദ്ഹബ് പണ്ഡിതരിൽ പലരും പറഞ്ഞു, ഇത് ശക്തമായി പ്രോത്സാഹിപ്പിക്കപ്പെട്ട സുന്നത്താണ്, ഉപേക്ഷിക്കുന്നത് മക്രൂ, പക്ഷേ നിർബന്ധമല്ല.
എങ്കിലും എല്ലാ മദ്ഹബുകളും ഒരു കാര്യത്തിൽ ഏകോപിച്ചു. ഉദ്ഹിയത്ത് ഒരു സാധാരണ ആചാരമല്ല, അത് ഈമാനിന്റെ അടയാളമാണ്. അഖീദയുടെ ഭാഷയിൽ ഉദ്ഹിയത്ത് എന്നത് തഖ്വയുടെ പ്രഖ്യാപനം. മുസ്ലിം ലോകത്തോട് പറയുകയാണ്, എൻ്റെ സമ്പത്തും എൻ്റെ ജീവനും എൻ്റെ ആരാധനയും എല്ലാം അല്ലാഹുവിനു വേണ്ടിയാണ്. അതിനാലാണ് ഖുർആൻ വീണ്ടും പ്രഖ്യാപിക്കുന്നത്, അവയുടെ മാംസമോ രക്തമോ അല്ലാഹുവിനെത്തുന്നില്ല, നിങ്ങളുടെ തഖ്വയാണ് അവനിലെത്തുന്നത്. സൂറത്തുൽ ഹജ്ജ് 22:37. എത്ര ശക്തമായ വാക്കുകൾ! അല്ലാഹു മാംസം ആവശ്യപ്പെടുന്നില്ല, അവൻ ഹൃദയം നോക്കുന്നു. പക്ഷേ ഇവിടെ മറ്റൊരു ഭീഷണിയുമുണ്ടായിരുന്നു. കാലം കടന്നപ്പോൾ ചിലർ ഉദ്ധിയത്ത് വെറും ഉത്സവമാക്കി. മാംസം മാത്രം പ്രധാനമായി. ഫോട്ടോകൾ, പ്രദർശനം, മത്സരം. ആരാണ് വലിയ മൃഗം വാങ്ങിയത്, ആരാണ് കൂടുതൽ ചിലവഴിച്ചത്? പക്ഷേ ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ പ്രദർശനമുണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നത് കരയുന്ന ഒരു പിതാവും അല്ലാഹുവിനോട് സമർപ്പിച്ച ഒരു ഹൃദയവും മാത്രം. ഇസ്ലാമിക പണ്ഡിതർ മുന്നറിയിപ്പ് നൽകി, റിയ അഥവാ ആളുകളെ കാണിക്കാനായി ചെയ്യുന്ന ആരാധന, അത് ആരാധനയുടെ ആത്മാവ് നശിപ്പിക്കും. കുർബാനി സോഷ്യൽ സ്റ്റാറ്റസ് അല്ല, അത് അല്ലാഹുവിനും മനുഷ്യഹൃദയത്തിനും ഇടയിലെ രഹസ്യബന്ധമാണ്. ഇന്ന് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ധനികരും ദരിദ്രരും, നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അല്ലാഹു അക്ബർ എന്ന തക്ബീറോടെ മൃഗങ്ങൾ അറുക്കപ്പെടുന്നു. പക്ഷേ ഓരോ കത്തിയും ഒരു ചോദ്യം ചോദിക്കുന്നു: നിന്റെ നഫ്സിനെ അറുക്കാൻ നീ തയ്യാറാണോ? നിന്റെ അഹങ്കാരത്തെ, നിന്റെ ഹറാമിനെ, നിന്റെ പാപങ്ങളെ? കാരണം യഥാർത്ഥ ഉദ്ദിയത്ത് മൃഗത്തിൻ്റെ രക്തമല്ല, സ്വന്തം നഫ്സിനെ അല്ലാഹുവിനു വേണ്ടി കീഴ്പ്പെടുത്തുന്നതാണ്. കുർബാനി അഥവാ ഉദ്ഹിയത്ത് പഠിപ്പിക്കുന്നത് അല്ലാഹുവിനു വേണ്ടി ത്യജിക്കൽ, സമ്പത്ത് പങ്കിടൽ, ദരിദ്രരെ ഓർക്കൽ, നഫ്സിനെ കീഴ്പ്പെടുത്തൽ, തൗഹീദിൽ ഉറച്ചു നിൽക്കൽ. ഇബ്രാഹിം നബി തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ തയ്യാറായി. ഇസ്മായിൽ നബി സ്വന്തം ജീവൻ സമർപ്പിക്കാൻ തയ്യാറായി. പക്ഷേ ഇന്ന് നാം എന്തിനാണ് തയ്യാറായത്? യാ അല്ലാഹ്, ഇബ്രാഹിം നബിക്ക് നീ നൽകിയ ഈമാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾക്കും നൽകണമേ. ഇസ്മായിൽ നബിയുടെ സമർപ്പണം ഞങ്ങളുടെ ജീവിതത്തിലും നിറയ്ക്കണമേ. ഞങ്ങളുടെ ഉദ്ഹിയത്ത് വെറും രക്തമാകാതിരിക്കണമേ, അതിനെ തഖ്വയാക്കി സ്വീകരിക്കണമേ. ഞങ്ങളുടെ നിസ്കാരങ്ങൾ, ഞങ്ങളുടെ ദുആകൾ, ഞങ്ങളുടെ കണ്ണുനീർ എല്ലാം നിന്റെ തൃപ്തിക്കായി മാത്രമാക്കണമേ. യാ റഹ്മാനെ, അഹങ്കാരം അറുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പാപങ്ങളെ തൊട്ടുവിട്ടു നിൽക്കാൻ ശക്തി നൽകണമേ. ഹറാമിൽ നിന്ന് ഞങ്ങളുടെ കണ്ണുകളെയും ഹൃദയങ്ങളെയും കാത്തുസൂക്ഷിക്കണമേ. ഞങ്ങളുടെ വീടുകളിൽ ബർക്കത്ത് നൽകണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും മഗ്ഫിറത്ത് നൽകണമേ. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് സഹായമാവേണമേ. വിശപ്പോടെ കഴിയുന്നവർക്ക് ഭക്ഷണം നൽകണമേ. ഭയത്തോടെ കഴിയുന്നവർക്ക് സമാധാനം നൽകണമേ. യാ അല്ലാഹ്, ഞങ്ങളുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിലാക്കണമേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമുടെ ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം നൽകണമേ. ഖബറിലെ ഇരുട്ടിനെ നൂറാക്കണമേ. സിറാത്തുപാലം എളുപ്പമാക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ.